ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻകം ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ആൻഡ് ടാക്സ് റീഫണ്ട് എന്ന ടോപ്പിക്കാണ്. സോ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 15 lakh ആണ്. ടോട്ടൽ നമ്മളുടെ 5 heads ഓഫ് ഇൻകം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 lakh ആണ്. അതിൽ നിന്നും നമ്മൾക്ക് ഡിഡക്ഷൻസ്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഒരു 8 lakh നമുക്കുണ്ട്. സോ 8 lakh നമ്മൾ കുറച്ചു. ബാക്കി വരുന്നതാണ് നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇവിടെ 15 lakhൽ നിന്നും 8 lakh ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ 7 lakh ആണ് നമ്മുടെ നെറ്റ് ടാക്സബിൾ ഇൻകം വരുന്നത്. ഇനി ടാക്സ് വരുന്നത് 7 lakhൻ്റെ ടാക്സ് സ്ലാബ് വെച്ചിട്ടുള്ള ടാക്സ് എമൗണ്ട് വരുന്നത് 54,600 ആണ്. 54,600 നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് ആണ് ശരിക്കും. അതിൽ നിന്നും നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുള്ള അഡ്വാൻസ് ടാക്സ്, TDS ഇങ്ങനെയുള്ള ടാക്സുകളൊക്കെ നമ്മൾ ലെസ് ചെയ്യും. സോ 54,600 മൈനസ് 35,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 19,600 ആണ് ബാലൻസ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. ദിസ് 19,600 വി ഹാവ് ടു പേ ടു ഗവൺമെൻറ്. ടാക്സ് ലയബിലിറ്റി ആണിത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടാക്സ് റീഫണ്ടിൻ്റെ ഒരു സിറ്റുവേഷനാണ്. ടാക്സ് റീഫണ്ടിൻ്റെ സിറ്റുവേഷൻ സെയിം തന്നെ. നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത് 15 lakh ആണ്. ഡിഡക്ഷൻസ് 8 lakh കുറച്ചു. ബാക്കി നെറ്റ് ടാക്സബിൾ ഇൻകം നമുക്ക് 7 lakh ഉണ്ട്. ടോട്ടൽ ടാക്സ് എമൗണ്ട് വരുന്നത് 54,600 ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇവിടെ ലെസ് ടാക്സ് പെയ്ഡ്, അഡ്വാൻസ് ടാക്സ്, TDS ഇങ്ങനെയുള്ള ടാക്സുകൾ അടയ്ക്കുന്നത് 55,000 ആണ്. സോ നമുക്ക് ടോട്ടൽ ടാക്സ് വന്നിരിക്കുന്നത് 54,600 ഉള്ളൂ. പക്ഷെ നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്നത് 55,000 ആണ്. സോ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ 400 നമുക്ക് ടാക്സ് റീഫണ്ട് ആണ് വരുന്നത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.